വാർത്തകൾ തുടരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ പെരിങ്ങോട്ടുകരയിലെത്തിയതിന്റെ 110ാമത് വാർഷികാഘോഷ പരിപാടി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ഇവരെല്ലാം തന്നെ അതാത് കാലത്തെ വ്യവസ്ഥയിലുള്ള അധർമ്മങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രവർത്തിച്ചു. പക്ഷേ അവരിൽ പലരും ദൈവതുല്യങ്ങളായി ഉയർന്നു എങ്കിൽ അവരുടെ കർമ്മശുദ്ധി കൊണ്ട് മനുഷ്യസാധ്യമല്ലാത്ത പലരും ചെയ്തപ്പോൾ അവരെല്ലാം ദൈവങ്ങളായി ഉയർത്തപ്പെട്ടു. അത് ദൈവങ്ങളായി ഉയർത്തപ്പെട്ടതെന്ന് മാത്രമല്ല, മനുഷ്യസാധ്യമല്ലാത്ത പല കർമ്മങ്ങളും ഗുരുദേവൻ ചെയ്ത് കാണിച്ചു. അതിൻ്റെ അനുഭവം ഉണ്ടായ ഒരുപാട് ആളുകൾ ഇന്നലെയും ഇന്നും ജീവിച്ചിരിക്കുന്നു. ഈ അനുഭവങ്ങളുള്ളവർ അവരെല്ലാം ദൈവമായ ഗുരുവിനെ കാണുകയും പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല, മാന്യമല്ല, മര്യാദയല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുന്ന ഗുരു സമാധിയാകുന്നതിന് 13 കൊല്ലങ്ങൾക്ക് മുമ്പ് കുമാരനാച്ചാൻ എഴുതിയ ഗദ്യ പ്രാർത്ഥനയിൽ ആരാകിൽ അന്തത്ത ഒഴിച്ചാതി മത്സ്യം നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. ആരംഭിക്കാണ് ഇത് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒന്നുമില്ല. ഗുരുദേവന്റെ 64 കൃതികളുണ്ട്. ആ കൃതികൾ വായിച്ചാൽ അറിയാൻ ഗുരു ആരാണ്. അതെങ്കിലും വായിച്ച് മനസ്സിലാക്കി വിമർശിക്കാൻ വിമർശകർ തയ്യാറായാൽ അതായിരുന്നു നല്ലത്. ഈ മുറിയും മുക്കും മാത്രം പഠിച്ചുകൊണ്ട് അന്നം വസ്ത്രാതെ മുട്ടാതെ എന്ന് പറഞ്ഞാൽ പണ്ട് സാങ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നത്തിൽ വസ്ത്രം മുട്ടാതെ കഴിക്കണമെന്നാണ് ഗുരുദേവൻ പറയുന്നത്. ശ്രീമാനന്ദ സാഹിബ് പറഞ്ഞതാണ്. അന്ന വസ്ത്രാതി മുട്ടാതെ എന്ന് പറഞ്ഞാൽ അന്നത്തിനകത്ത് വസ്ത്രം മുട്ടാതെ കഴിക്കണമെന്നാണ്. പെരിങ്ങോട്ടുകര SNDP യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മശ്രീ സൂക്ഷ്മാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA മുഖ്യാതിഥിയായി. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജിൻ നടുമുറി, പെരിങ്ങോട്ടുകര ദേവസ്ഥാന മഠാധിപതി ഉണ്ണി ദാമോദരൻ, വനിതാ സംഘം പ്രസിഡന്റ് അനിത പ്രസന്നൻ, പെരിങ്ങോട്ടുകര ആശ്രമം സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ, യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ, സജിത് പണ്ടാരിക്കൽ എന്നിവരും സംസാരിച്ചു. കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും. രാവിലെ ക്ഷേത്രകുളത്തിൽ ആറാട്ടിന് ശേഷം 11-ന് ശീവേലി എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് 4-ന് വിവിധ ദേശക്കാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 6:30-ന് ദീപാരാധന, രാത്രി 9-ന് വിവിധ ദേശക്കാരുടെ താലം എഴുന്നള്ളിപ്പ്, 10-ന് പള്ളിവേട്ട, 11:30-ന് പൂരം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. 27-നാണ് ആറാട്ട്. ഇരിങ്ങാലക്കുട മാർക്കറ്റ് പരിസരത്ത് നിന്നും അപൂർവ ഇനം വെള്ളിമുങ്ങയെ കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് മാർക്കറ്റ് പരിസരത്ത് വെച്ച് കാക്കകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്ന വെള്ളിമുങ്ങയെ മാർക്കറ്റിൽ ഫ്രൂട്ട്സ് വിൽപ്പന നടത്തുന്ന സണ്ണി രക്ഷപ്പെടുത്തുകയായിരുന്നു. കൂട്ടിനകത്താക്കിയ വെള്ളിമുങ്ങയ്ക്ക് കഴിക്കാൻ പാലും പഴവർഗ്ഗങ്ങളും നൽകി. തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ഉടൻ തന്നെ വനപാലകർ വന്ന് ഇതിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞെങ്കിലും 9:30 മൂങ്ങ ചത്തുപോവുകയും ചെയ്തു. തളിക്കുളം BRCയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിക തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്കായി ഗണിത പഠനക്കളരി സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. കാരണം പരീക്ഷാ ടൈമാണ്, പക്ഷെ എന്ത് ചെയ്യാം, ഈ സമയത്താണ് ഫണ്ട് കിട്ടിയതെന്നാണ് സുഭാഷ് ടീച്ചർ പറഞ്ഞത്. എങ്കിലും പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾക്ക് കണക്കിൽ പുറകിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുൻപന്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ചില വഴികളൊക്കെ ഒന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചില കളികളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളൊക്കെ പഞ്ചായത്തിൽ വന്നതിന് ശേഷം കണക്ക് കൂട്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോ അനിൽ 100 ദിവസത്തെ കണക്കിട്ടിരിക്കുകയാണ്. ആ 100 ദിവസത്തിനുള്ളിൽ നടത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ, കാരണം ഇതിലെ കണക്ക് കൂട്ടുമ്പോൾ ഓരോ ദിവസത്തെ പ്രവർത്തിപ്പെന്ന് വരുമ്പോൾ അനിയന് ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരു വാർഡില് മുഴുവനായി പച്ചക്കറി വിത്തുകൾ നൽകുമ്പോൾ ആ വാർഡിൽ ഇന്ന് ചേന നട്ടിട്ടെങ്കിൽ വന്നു. ഇനി നാളെ എന്ത് ചെയ്യും? അങ്ങനെ ഓരോ കണക്കുകൂട്ടൽ നമുക്ക് ഉണ്ടാവണം. കണക്കുകൂട്ടലില്ലെങ്കിൽ നമ്മളൊക്കെ പുറകിലേക്ക് പോകും. കണക്കില് പുറകിൽ നിൽക്കുന്നവരെല്ലാം ഉണ്ട് ഇവിടെ? ഇല്ലല്ല, ഉഷാറല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ സുഭാഷ് ടീച്ചർ ഇപ്പൊ ഞങ്ങളെ കുറിച്ച് ഭയങ്കര പുകഴ്ത്തി പറഞ്ഞു. അതും ഒരു കണക്കൂട്ടലുണ്ട്. കാരണം ടീച്ചറെ കുറിച്ച് ഞങ്ങൾ നന്നായി പറയണ്ടേ. അപ്പോ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം BPO സുഭാഷിണി, നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിജി നിതിൻ, KP സുഗദാസ്, തങ്കമണി ത്രിവിക്രമൻ, സത്യഭാമ ജയപാലൻ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം മരത്തേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവം ആഘോഷിച്ചു.
രാവിലെ 5-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനത്തോടെ ചടങ്ങുകൾ തുടങ്ങി. തുടർന്ന് ഉഷപൂജ, പന്തിരടി പൂജ, ശിവേലി, ആനപ്പറ, നെൽപ്പറ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, കാഴ്ചശിവേലി എന്നിവ നടന്നു. തുടർന്ന് സിനിമാ പ്രദർശനം നടന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 2-ന് ഗുരുതി തർപ്പണവും എഴുന്നള്ളിപ്പും നടക്കും. പെരിഞ്ഞനം പൊന്മാനിക്കുടം ഭഗവതി കൊണ്ടരുമുത്തപ്പൻ ക്ഷേത്രത്തിലെ ചിത്തിരോത്സവം ഫെബ്രുവരി 26, 27, 28 തീയതികളിൽ നടക്കും. 26-ന് പുലർച്ചെ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, 9-ന് ദേവിക്ക് കളമെഴുത്തും പാട്ടും, രാത്രി 7-ന് കളം എഴുന്നള്ളിപ്പ്, 27-ന് പുലർച്ചെ മഹാഗണപതി ഹവനം, 12-ന് കളമെഴുത്തും പാട്ടും, രാത്രി 8-ന് നാടകം, 10-ന് രൂപക്കളം, 28-ന് പുലർച്ചെ മഹാഗണപതി ഹവനം, 9-ന് ശീവേലി, നടക്കൽ ആനപ്പറ, 12-ന് പ്രസാദ സദ്യ, 1-ന് വിത്തളവ് കർമ്മം, 3-ന് പകൽപൂരം, 6:30-ന് വർണ്ണമഴ, രാത്രി 9-ന് കഥാപ്രസംഗം, തുടർന്ന് തായമ്പക എന്നിവയാണ് പ്രധാന പരിപാടികൾ. പെരിഞ്ഞനം വെസ്റ്റ് ആലേക്കാരൻ ഭഗവതി ക്ഷേത്രത്തിൽ മകം ഉത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, ശിവേലി, പ്രസാദ ഊട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, രാത്രി തായമ്പക എന്നിവ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 17 വികസനത്തിനായി ഭൂമി അളക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ പുന്നക്ക ബസാറിൽ തടഞ്ഞു. കൊടുങ്ങല്ലൂർ വലപ്പാട് പോലീസ് സർക്കിളുകൾ സംയുക്തമായി മത്സ്യത്തൊഴിലാളികൾക്കും കടലോര ജാഗ്രതാ സമിതി പ്രവർത്തകർക്കും ജീവൻ രക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ശ്രീനാരായണ ഗുരു പെരിങ്ങോട്ടുകരയിലെത്തിയതിന്റെ 110ാമത് വാർഷികാഘോഷം വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.